നമ്മുടെ കർത്താവായ യേശുവിനെ ഉയർത്തുവാൻ ലഭിക്കപ്പെടുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ലോകമെമ്പാടും ഗ്രേസ് കമ്മ്യൂണിറ്റി TV-യിലൂടെ ഓൺ ലൈവായിട്ട് പാമ്പാടിയിൽ ഈ ശുശ്രൂഷ നിങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഗ്രേസ് കമ്മ്യൂണിറ്റി TV-യിലൂടെ ഓൺലൈൻ TV-യിലൂടെ വീക്ഷിക്കുന്നവർക്കായി സ്തോത്രം. ടെലിവിഷൻ ചാനലുകളിലൂടെ ഇന്ന് ഞങ്ങളെ കാണുന്നവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നാം ഇന്ന് തുടർമാനമായി കേൾക്കുന്ന ചിന്തകളുടെ ആഴങ്ങളിലേക്ക് പിന്നെയും ഇറങ്ങുവാനായി പോവുകയാണ്. മണിക്കൂറുകൾ നീളുന്ന 4-5 മണിക്കൂർ നീളുന്ന പ്രയറിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടീച്ചിങ് ഗ്രേസ് കമ്മ്യൂണിറ്റി മീഡിയയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് വാങ്ങുവാൻ അവസരമുണ്ടാകട്ടെ. പെൻ ഡ്രൈവിൽ, CD-യിൽ, DVD-യിൽ, പല ഫോർമാറ്റുകളിൽ ഈ ശുശ്രൂഷകൾ അവൈലബിൾ ആണ്. ഇന്നത്തെ പ്രധാന ചിന്തകളിലേക്ക് നമ്മൾ ഒരുമിച്ച് വരികയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ വരികയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം ദയവായിട്ട് എടുത്താട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം. നമ്മൾ ഇന്ന് വരെ ചിന്തിച്ച ആശയത്തിൽ നിന്നും കുറച്ചുകൂടി ഒരു ഹയർ തലത്തിലുള്ള ചില വെളിപ്പാടുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രാർത്ഥന എന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നത് വിശദീകരിക്കാനായിട്ട് യേശു പറഞ്ഞ ഒരു ഉപമയാണ് നമ്മൾ ഇന്ന് പകല് പെട്ടെന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത്. ശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക ഒരുമിച്ച്. ഒരു പട്ടണത്തിൽ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. അതേ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ ന്യായാധിപന്റെയും പ്രത്യേകതയുണ്ട്, വിധവയുടെയും പ്രത്യേകതയുണ്ട്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ. എന്ത് ടൈപ്പായി മനുഷ്യൻ, ചിന്തിച്ചു നോക്കിയേ. ദൈവത്തെ ഭയവും ഇല്ല, മനുഷ്യനെ ശങ്കയുമില്ല. സ്വാഭാവികമായിട്ട് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാകേണ്ടതാ. ഒന്നെങ്കിൽ ദൈവത്തെ ഭയം വേണ്ടതാ, അല്ലെങ്കിൽ മനുഷ്യന്റെ പേരിൽ ഒരു ശങ്ക ഉണ്ടാകേണ്ടതാ. ഇത് മനുഷ്യന്റെ പേര് ശങ്കയില്ല, ദൈവത്തിന്റെ കാര്യത്തിൽ ഭയവും ഇല്ലാത്ത ഒരു ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ ഇയാളെ ഒതുക്കാൻ ആർക്കും പറ്റുകയില്ല. ദൈവം നോക്കിയാലും പറ്റൂല. കാരണം ദൈവത്തെ ഇയാൾ പേടിക്കുന്നില്ല. കൽപ്പനകൾ ഇയാൾക്ക് പ്രശ്നമല്ല, ദൈവിക കൽപ്പനകൾ ഇയാൾക്ക് പ്രശ്നമല്ല. ദൈവത്തെ പേടിയില്ല. മനുഷ്യൻ എന്നാ ചിന്തിക്കും എന്ന് വിചാരിച്ചു പോലും നല്ലത് ചെയ്യുന്ന ആളല്ല. കാരണം മനുഷ്യൻ എന്നാ ചിന്തിച്ചാലും അയാൾക്കൊരു കുഴപ്പമില്ല. ഒരു ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ തന്നെ 3-ാമത്തെ വാക്യം 18-3 ലൂക്കോസ് 18-3 ദയവായി എടുത്താട്ടെ. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ വിധവമാർ എന്ന വിശേഷണം കൊടുക്കുമ്പോൾ പുത്രന്മാരോ പൗത്രന്മാരോ ഇല്ലാത്തവരെയാണ് പ്രധാനമായും വിധവമാർ എന്ന വിശേഷണം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. പുത്രന്മാരോ പൗത്രന്മാരോ വിവാഹം കഴിച്ചു വന്ന മക്കളോ സ്വന്തം മക്കളോ ആൺ സന്തതികളോ ഇല്ലാത്ത വിധവയായ സ്ത്രീ, അങ്ങനെ ഒരു സ്ത്രീയും ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗി പ്രതിക്രിയ, ഈ പദങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. എൻ്റെ ശത്രുവിനോട്, ഒരുത്തൻ എന്നോട് അന്യായം ചെയ്തിരിക്കുന്നു, എൻ്റെ ശത്രുവിനോട്, എന്നോട് അന്യായം ചെയ്തവനോട്, എന്നോട് അന്യായം ചെയ്തവനോട് പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി. പ്രതിക്രിയ എന്ന ബൈബിൾ വാക്ക് മനസ്സിലാകണമെങ്കിൽ പ്രതികാരം എന്ന വാക്കിട്ട് വായിച്ചാൽ മതി. പ്രതിയോഗിയോട് പ്രതികാരം നടത്തി എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് തോന്നത്തക്ക നിലയിലുള്ള എല്ലാ വിഷയങ്ങളും ഇവിടെ ഉണ്ട്. ഒന്ന്, ഈ വന്നിരിക്കുന്നവൾ പൗത്രന്മാരോ പുത്രന്മാരോ ഇല്ലാത്ത വിധവയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആരും ഇവൾക്ക് സഹായിക്കാനായിട്ടില്ല. മനുഷ്യർ കേട്ടാൽ തന്നെ ന്യായാധിപനെ ചൂണ്ടിയിട്ട് പറയും, എന്തോ മനുഷ്യനാണ് ഇയാൾ. കാരണം ആ പുത്രന്മാരും പൗത്രന്മാരും ഇല്ലാത്ത ആ വിധവ വന്ന് ഇത്രയും ദിവസം വന്ന് ഈ കണ്ട ദിവസങ്ങൾ മുഴുവൻ വന്ന് അപേക്ഷിച്ചിട്ടും ഒന്ന് കരുണ തോന്നി മറുപടി കൊടുക്കാൻ ദാക്ഷിണ്യമില്ലാത്ത ക്രൂരനാണോ ഇയാളെന്ന് മനുഷ്യന്മാർ ചിന്തിക്കും. ഇനി ദൈവം മുമ്പാകെ എങ്ങനെയാ? പ്രത്യേകിച്ച് ന്യൂ ടെസ്റ്റ്മെന്റിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാന സംഭവമുണ്ട്. എന്താണെന്നറിയാമോ? വിധവമാർക്ക് ഒരു അസാധാരണമായ കരുതൽ 1-ാം നൂറ്റാണ്ടിലെ സഭ കൊടുത്തിരുന്നു. വിധവമാരെ ട്രീറ്റ് ചെയ്യുന്നതിൽ, വിധവമാരെ പരിപോഷിക്കുന്നതിൽ 1-ാം നൂറ്റാണ്ടിലെ സഭ ഒരു പരിധിക്കപ്പുറത്തുള്ള പ്രാധാന്യം കൊടുത്തിരുന്നു. നിങ്ങൾക്കത് വായിക്കാൻ അറിയാം. വിധവമാരെ ശുശ്രൂഷിക്കാൻ വേണ്ടി തന്നെ, മേശമേൽ ശുശ്രൂഷിക്കാൻ വേണ്ടി തന്നെ 7 പേരെ തെരഞ്ഞെടുത്ത് സെപ്പറേറ്റ് ചെയ്തതായിട്ട് വചനത്തിൽ വായിക്കുന്നുണ്ട്.
ശുശ്രൂഷയ്ക്കായിട്ട് ആരെയെങ്കിലും ഒക്കെ അയക്കുമ്പോൾ അവരോട് പറയുന്നത് വിധവമാരെ പ്രത്യേകിച്ച് പോയി കാണണം, വിധവമാരെ പ്രത്യേകിച്ച് പോയി കരുതണം. കാരണം അവരെ സഹായിക്കാൻ ആരുമില്ല, അങ്ങനെയുള്ളവരെ സഹായിക്കണം എന്ന ഒരു പൊതു ഇരിപ്പ് മനുഷ്യൻ്റെ നടപടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ശങ്കയില്ലാത്തതുകൊണ്ട് തന്നെ ഇയാൾക്ക് അത് പേടിയില്ല. ഇനി ദൈവത്തെ ശങ്ക പേടിയില്ലാത്തതുകൊണ്ട് തന്നെ ഈ കരുണ കാണിക്കാത്ത നിമിത്തം ദൈവം ശിക്ഷിക്കുമോ എന്ന ഭയവുമില്ല. എന്തോ ഒരു സൈസാ, ഒന്ന് ചിന്തിച്ചു നോക്കി. മനുഷ്യനെ പേടിയില്ല, ദൈവത്തെ പേടിയില്ല, മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ. ഓക്കെ, ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൾ വന്ന് അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗിയോട്, ആളെ അയച്ചു വിട്ട് ചെന്ന് പോയി പറഞ്ഞല്ല, മുമ്പിൽ പോയി കരഞ്ഞു കൂകി നെഞ്ചത്തടിച്ച്. അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അവൾ പറഞ്ഞു, ഒരുത്തൻ അന്യായമായിട്ട് എൻ്റേത് അപഹരിച്ചു വെച്ചിരിക്കുന്നു, എനിക്കത് തിരിച്ചു മേടിച്ച് തരണം എന്ന് ന്യായാധിപതിയായ, നിങ്ങൾക്കറിയാം ന്യായാധിപന്മാരുടെ കാലഘട്ടം നാട്ടുരാജാക്കന്മാരെ പോലെ ന്യായാധിപന്മാർ വാഴുകയായിരുന്നു. എവിടെ ന്യായം നടക്കണോ അന്നേരം ന്യായാധിപതിയുടെ അടുക്കലാണ് വിഷയം കൊണ്ടുവരുന്നത്. ഇതാണ് ആ രംഗം. നിങ്ങൾ ഇനി ഇതിന്റെ ആഴത്തിലേക്ക് വരാൻ പോകുകയാണ്. ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. മൂന്നാമത്തെ വാക്യം. ആ പട്ടണത്തിൽ ഒരു വിധവയും അവൾ അവന്റെ അടുക്കൽ ചെന്നു, അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗിയോട്, എന്റെ ശത്രുവിനോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അപ്പം ഈ വിധവയ്ക്ക് ഒരു വലിയ വിഷയം ഇപ്പോൾ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും ക്ലൈമാക്സ് ആയിട്ടുള്ള സംഭവം. ശ്രദ്ധിച്ചു കേട്ടെ, ഇവൾക്കൊരു വിഷയമുണ്ട്, ഇവൾക്ക് ഒരു പ്രതിയോഗിയുണ്ട് ഇവളുടെ മുമ്പിൽ. അത് ഇവിടെ വായിക്കുന്നുണ്ട്, എൻ്റെ പ്രതിയോഗിയോട്. അപ്പൊ എൻ്റെ പ്രതിയോഗി എന്ന് പറയത്തക്ക നിലയിൽ ഇവളോട് ശത്രുത വെച്ച് പുലർത്തുന്ന, ഇവളുടേത് അപഹരിച്ച, ഇവളുടേത് മോഷ്ടിച്ച, ഇവളുടേത് കൊണ്ടുപോയ, ഇവളുടേത് സ്വന്തമാക്കിയ, ഇവളുടേത് കൈക്കലാക്കിയ ഒരു പ്രതിയോഗി ഇവിടെയുണ്ട്. നിങ്ങളപ്പം 3 ചിത്രം കാണണം. ഒന്ന്, ദൈവത്തെ ഭയമില്ലാത്ത, മനുഷ്യനെ ശങ്കയില്ലാത്ത ന്യായാധിപൻ. 2, പുത്രന്മാരോ പൗത്രന്മാരോ ഇല്ലാത്ത, അങ്ങേയറ്റം നിർധനയായ, ആരും സഹായിക്കാനില്ലാത്ത ഒരു വിധവ. 2. ഇനി മൂന്നാമത് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്, ഈ വിധവയെ ഉപയോഗിക്കുന്ന ഒരു പ്രതിയോഗി. അവൻ ഇവളുടേതെന്തോ അപഹരിച്ചിരിക്കുന്നു, അന്യായമായി അപഹരിച്ചു വച്ചിരിക്കുന്നു. ഇനി ഈ 3 പേഴ്സണുകൾ, ഈ 3 വ്യക്തികൾ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാൻ സമയമായി കഴിഞ്ഞു. 4-ാമത്തെ വാക്യം. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. എന്തിന് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇവള് പോയി അപേക്ഷിച്ചു. എവിടെ? ഈ ന്യായാധിപന്റെ അടുക്കൽ പോയി ഇവൾ അപേക്ഷിച്ചു, എങ്ങനെയും എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി അവനെ തീർത്തിട്ട് എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ എൻ്റെ ന്യായം എനിക്കൊന്ന് മേടിച്ചു തരണേ എന്ന് അവൻ അവളോട് അപേക്ഷിച്ചു. അവന് കുറെ കാലത്തേക്ക്, ഈ ന്യായാധിപന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പാവം വിധവ കുറെ നാള് ഈ ന്യായാധിപന്റെ വീടിൻ്റെ മുമ്പിൽ പോയി എന്നും കരഞ്ഞു കാണിക്കും. പക്ഷെ ഇവന് മനസ്സില്ല. കാരണം മനുഷ്യനോട് ശങ്കയില്ല, ദൈവത്തോട് ഭയവുമില്ല. കരുണ കാണിച്ചില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും എന്ന ചിന്ത ഇയാൾക്കില്ല. 2 തരത്തിലാണ് മനുഷ്യരുള്ളത്. ഒന്ന്, മനുഷ്യൻ്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ നിന്നാലും ദൈവത്തിൻ്റെ മുമ്പിൽ വരും എൻ്റെ ദൈവം ശിക്ഷിക്കുമെന്ന് ഓർത്തെങ്കിലും ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇവൻ അതിലൊക്കെ അഗ്രഗണ്യനാ. ഇയാൾക്ക് ദൈവത്തെയും പേടിയില്ല, മനുഷ്യനോട് ശങ്കയില്ല. ആരെന്നാ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ന്യായാധിപൻ്റെ അയലോക്കംകാരൊക്കെ ചിന്തിക്കുന്നത് തന്നെയായിരിക്കും, എത്ര നാളായി ഈ പാവം വിധവ ഈ വീടിന് മുമ്പിൽ നീ മനുഷ്യനോട് പറയുന്നു. ഇവർ പറയുന്നൊന്നും അയാൾക്ക് പ്രശ്നമേ അല്ല. അയാൾ പറയുന്നത് അവളെന്നാ വേണേ പറഞ്ഞോടെ, ആരെന്നാ വേണേ പറഞ്ഞോടെ, മനുഷ്യൻ്റെ പേരിൽ എനിക്ക് ശങ്കയില്ല. ശങ്കയുമില്ലാത്ത, മനുഷ്യനോട് ശങ്കയുമില്ലാത്ത, അപ്പോൾ തന്നെ ദൈവത്തോട് ഭയവും ഇല്ലാത്ത ന്യായാധിപൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കാൻ വേണ്ടി ഒത്തിരി പ്രാവശ്യം, ഒരുപാട് തവണ അവൾ അവനോട് അപേക്ഷിച്ചു, കേണു വീണ് അപേക്ഷിച്ചു. പക്ഷേ അവന് ഏറെക്കാലം വായിച്ചോ 4-ാമത്തെ കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല. 2ാമത് എടുത്ത് പറയാം, ഞാനിതാ, എനിക്ക് ദൈവത്തെ പേടിയില്ല, മനുഷ്യനെ ശങ്കയില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട്. അപ്പൊ നോക്കിയേ, വിധവ ഈ ദിവസങ്ങളിൽ ഇവളുടെ വീട്ടിൽ താമസം തുടങ്ങി കാണും. ഗേറ്റ് തുറക്കുമ്പം കൺമുമ്പിൽ കാണുന്ന വിധവയായിരിക്കണം. അസഹ്യപ്പെടുത്തുന്നതുകൊണ്ട് എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഏത് വിഷയത്തിലാണ് കർത്താവ് ഇത് പറയുന്നതെന്ന് ഒന്നും മേളത്തൊന്ന് വായിച്ചേ. 1-ാം വാക്യം ഒന്ന്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോട് ഉപമ പറഞ്ഞു. ഈ സംഭവം വിശദീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു പിക്ചർ,
ആ വിധവ മടി കൂടാതെ മടുത്തു പോകാതെ ദിനംപ്രതി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, ന്യായാധിപനെ ശല്യപ്പെടുത്തിയത് കൊണ്ടാണ് അവൾക്ക് മറുപടി ലഭിച്ചത്. അവളുടെ വിഷയത്തിൽ പ്രതിക്രിയ നടന്നത്, അല്ലെങ്കിൽ അവളുടെ വിഷയത്തിൽ ക്രമീകരണം ഉണ്ടായി. സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് ഈ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് നമ്മൾ പറയുന്നത് ദൈവത്തെ ശല്യപ്പെടുത്തണം. കാരണം പഴയ നിയമത്തിൽ യാക്കോബിന് എങ്ങനെയാണ് മറുപടി കിട്ടിയെന്നറിയോ? ദൂതനുമായിട്ട് മല്ലു പിടിച്ച് ഒതുക്കിയിട്ടാണ് യാക്കോബ് മറുപടി വാങ്ങി. അങ്ങനെ ദൈവത്തെ ശല്യപ്പെടുത്തി. നമ്മൾ ഇന്നലെ ചിന്തിച്ചും പറഞ്ഞ് ഇന്നലെ രാത്രി ചിന്തിച്ചും പറഞ്ഞ് ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം. അപ്പോൾ ദൈവത്തിന് അങ്ങ് ഇറിറ്റേഷൻ ഉണ്ടാക്കിയാൽ മതി, ദൈവത്തെ അങ്ങ് ശല്യപ്പെടുത്തിയാൽ മതി. പല പ്രാവശ്യം ദൈവത്തെ ശല്യപ്പെടുത്തിയാൽ മറുപടി കിട്ടും. ഈ ഉപമ പറയുമ്പോഴും മലയാളിക്ക് അതാ മനസ്സിലായേ, നമുക്കതാ ആശയത്തിൽ മനസ്സിലാകുന്നത്. പക്ഷേ ഇതിനകത്ത് ഘനഗംഭീരമായ കുറേ ആശയങ്ങളുണ്ട്. നമ്മൾ ഒരുമിച്ച് അത് എടുക്കാൻ വേണ്ടി പോവാ. എത്ര പേര് തയ്യാറാണ്? കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചോ. ഓ, യു ആർ റെഡി? ഓക്കെ. എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. നമ്മൾ ഇവിടെ കാണുന്ന ന്യായാധിപതിയെ ദൈവമാക്കുന്നത് കൊണ്ടാണ് ഇത് വ്യാഖ്യാനിച്ച് വരുമ്പോൾ നമുക്ക് പ്രശ്നമുള്ളത്. പക്ഷെ ഇവിടെ പറയുന്ന ന്യായാധിപതി ദൈവം അല്ല. ഹല്ലേലൂയ. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഈ പറയുന്ന ഉപമയിലെ ന്യായാധിപതിയെ ദൈവമാക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ന്യായാധിപതിയായ ആ മനുഷ്യനെ പോയി വല്ലാതെ വിധവ ശല്യപ്പെടുത്തിയപ്പോഴാണ് മറുപടി കിട്ടിയെന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന ന്യായാധിപതി ദൈവമല്ല. ദൈവത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ദൈവത്തിന് മനുഷ്യന്റെ അടുത്ത് ശങ്കയില്ലാത്ത ആളാണോ? കരുണയില്ലാത്ത ദൈവമാണോ? കരയുന്നവന്റെ കൂടെ കരയുന്ന ദൈവമല്ലേ? കാരുണ്യവാനെന്നല്ലേ അവിടുത്തെ പേര്? അപ്പൊ ഇവിടെ വെളിപ്പെടുത്തുന്ന ആള് ദൈവം അല്ല. പിന്നെ എന്താ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ആശയം? അത് നമുക്ക് തുറക്കാം. ഒന്നുകൂടെ വായിച്ചോ. എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അസഹ്യമാക്കുന്നത് കൊണ്ട്. അപ്പൊ നോക്കി, ഈ ന്യായാധിപൻ ന്യായപാലനം നടത്തിയത്, നീതി നടത്തി കൊടുത്തത്, മറുപടി കൊടുത്തത് എപ്പോഴാ? അസഹ്യമാക്കിയപ്പോഴാണ്. എന്നോട് ചേർന്ന് പറയാം, എന്നാലേ നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ. ഉറക്കെ പറ. അസഹ്യമാക്കിയപ്പോഴാണ് ഈ ന്യായാധിപൻ ഇവൾക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി ഇവളുടെ ന്യായം മേടിച്ചു കൊടുത്തത്. എപ്പോഴാ? അസഹ്യപ്പെടുത്തിയപ്പോ. എന്നിട്ട് ഇത് നേരെ ദൈവത്തിന്റെ അടുക്കലേക്ക് ഇടുക. ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നമ്മുടെ വിഷയവുമായിട്ട് അസഹ്യപ്പെടുത്തണം, എന്നാലേ മറുപടി ഉണ്ടാകുകയുള്ളൂ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നോ, അതല്ല ഇതിന്റെ ആശയം. അടുത്ത വാക്കൊന്ന് ചിന്തിച്ചേ, അടുത്ത വാക്കൊന്ന് വായിച്ചേ. പ്രതിക്രിയ നടത്തി രക്ഷിക്കും, എങ്കിലും അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്നുള്ളുകൊണ്ട് പറഞ്ഞു. കുറെ നാള് വാതൊക്കെ നിന്ന് യാചിച്ചിട്ട് മറുപടി കിട്ടാതിരുന്നിട്ട് ഇയാളുടെ പ്രതിക്രിയ വേണ്ട ഒന്നും പറഞ്ഞ് മുഖത്തടിച്ച് അവള് വീട്ടിൽ പോകും എന്നുള്ളത് കൊണ്ടാ ഇയാള് മറുപടി കൊടുത്തത്. ആര്? ഈ ക്രൂരനായ ന്യായാധിപൻ. മനുഷ്യനെ ശങ്കയും ദൈവത്തെ പേടിയും ഇല്ലാത്ത ന്യായാധിപൻ ഇവൾക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യാൻ കാര്യം ഇവളോട് തോന്നിയ സിമ്പതി അല്ല, ഇവള് വന്ന് മുഖത്തടിക്കുമെന്ന് പേടിച്ചിട്ടാ. ഹല്ലേലൂയ. അപ്പൊ ദൈവമാണോ അത്? നോ. ദൈവം ഞാൻ മുഖത്തടിക്കുമെന്ന് പേടിച്ച് എനിക്ക് മറുപടി തരുന്ന ആളാണോ? അല്ല. അതല്ല ദൈവത്തിന്റെ സ്വഭാവം. അപ്പൊ ദൈവം അല്ല ഇവിടെ പറയുന്ന ന്യായാധിപൻ. പിന്നെ എന്തിനാ ഈ ആശയം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന വിഷയത്തിൽ യേശു പറഞ്ഞേ? പ്രശ്നമായി. ഒന്ന് മിണ്ടിക്കേ, കരമടിച്ചൊന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്തേ. കാരണം ഇവിടെ പറയുന്ന ന്യായാധിപൻ ദൈവം അല്ല. ദൈവത്തിന്റെ മുഖത്ത് പോയി എനിക്ക് അടിച്ച് മറുപടി വാങ്ങാൻ ഒക്കത്തില്ല. എന്നിട്ട് ഇനി ഒരു കമ്പാരിസൺ ആണ് ഇവിടെ നടത്തുന്നത്. അനീതിയുള്ള ന്യായാധിപൻ, നീതിയുള്ള ന്യായാധിപൻ. അനീതിയുള്ള ന്യായാധിപൻ എന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യനും നീതിയുള്ള ന്യായാധിപൻ എന്ന് വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ ദൈവവും. ഇത് തമ്മിലുള്ള കമ്പാരിസണാ. ഇനി അടുത്ത വാക്ക് വായിച്ചോ. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് 18-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുന്നത്. അനീതിയുള്ള ന്യായാധിപൻ, ശ്രദ്ധിക്കുക, അനീതിയുള്ള ന്യായാധിപൻ പറയുന്ന കേൾക്ക്. അല്ലേ? വായിച്ചു. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന അനീതിയുള്ള ന്യായാധിപൻ പറഞ്ഞത് എന്നാ? മേളി പറഞ്ഞതാ. അനീതിയുള്ള ന്യായാധിപൻ പറഞ്ഞ എന്നാ? വിധവ എന്നെ അസഹ്യമാക്കുന്നത്, വിധവ എന്റെ മുഖത്തടിക്കുമെന്ന്. വിധവ എന്റെ മുഖത്തടിക്കും എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തു. അതാ അനീതിയുള്ള ന്യായാധിപൻ പറഞ്ഞേ. എന്നിട്ട് പറയാം, അനീതിയുള്ള ന്യായാധിപൻ പറയുന്ന കേക്ക്. എന്നെ അനീതിയുള്ള ന്യായാധിപൻ പറഞ്ഞേ, ഞാൻ ഇനി ഇവക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ വിധവ വന്ന് എന്റെ മുഖത്തടിക്കും. ഓക്കെ, ഇനിയാ നിങ്ങൾ താഴേക്ക് ശ്രദ്ധിക്കണ്ടേ.
ദൈവമോ. അപ്പൊ എത്രാം വാക്യത്തിലാ ദൈവം വന്നേ? 7-ാം വാക്യം. നോക്ക് 7-ാം വാക്യത്തിലാ ദൈവം വന്നേ. വിഷയം ഇപ്പൊ അവിടെ തന്നെ ഉണ്ട്. വിധവയ്ക്ക് പ്രതിക്രിയ നടന്നിട്ടില്ല. ആരോ വിധവയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അന്യായമായി ആരോ ഇവളുടെ ഇത് പിടിച്ചു വാങ്ങിയിരിക്കുന്നു. ഇവളുടെ ഇത് ആരോ അപഹരിച്ചിരിക്കുന്നു. വിഷയം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പക്ഷേ രംഗം മാറി. പ്രതിക്രിയ നടത്തി വിടുവിക്കാൻ ഒരുത്തൻ വന്നിരിക്കുന്നു. വായിച്ചോ വാക്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? രക്ഷിക്കാതിരിക്കുമോ? ഹല്ലേലൂയ. ഇവിടെയും അതേ കൺഫ്യൂഷൻ. തന്നോട് ദിനം പ്രതി നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കാതിരിക്കുമോ? ഉത്തരം രക്ഷിക്കും എന്നുള്ളതാ. പക്ഷേ ഇവിടെ തുടങ്ങിയപ്പോ ഇങ്ങനെയാ പറഞ്ഞേ, തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ. അപ്പൊ അപ്പോഴും പോയിന്റ് വരുന്നത് രാപ്പകൽ നിലവിളിച്ചാലേ മറുപടി ഉള്ളൂ എന്ന ചിന്തയിലാണ് വരുന്നേ. പക്ഷേ അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഈ മൊത്തം ആശയത്തെ മുഴുവൻ ഒരു ടെസ്റ്റിലേക്ക് കൊണ്ടുവന്ന വാക്കാണ് അടുത്ത വാക്ക്. ശ്രദ്ധിച്ചു കേട്ടെ. അടുത്ത വാക്ക്, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വേഗത്തിൽ, ഈ കേസിൽ ദൈവമാണെങ്കിൽ തന്നെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ അവസാനിക്കല്ല. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ, ഇവിടെയാണ് അതിന്റെ ക്ലോസ് കിടക്കുന്നത്. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. വാ, ഇനി അതെല്ലാം അടയ്ക്ക്. ഇങ്ങോട്ട് നോക്കാം. ഇതിന്റെ ആശയത്തെ ഒന്ന് മനസ്സിലാക്കാം. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നു, പ്രതിക്രിയ നടത്തി നിന്നെ രക്ഷിക്കുകയല്ല, നീ എത്ര നാൾ നിലവിളിച്ചിട്ടും കാര്യമില്ല. ലാസ്റ്റ് അയാൾ പറയുന്നു, ഞാൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. എന്താ രക്ഷിക്കാൻ കാര്യം? കരുണ തോന്നിയിട്ടല്ല, വിധവ മുഖത്തടിക്കുമെന്ന് ഭയപ്പെട്ട്. വിധവ വന്ന് മുഖത്തടിച്ച നാണക്കേടാകുകയല്ലോ. ഒരു സ്ത്രീ വന്ന് ന്യായാധിപന്റെ മുഖത്തടിച്ച നാണക്കേടാവുമല്ലോ എന്ന് ചിന്തിച്ച് പ്രതിക്രിയ നടത്തി ഞാൻ അവളെ രക്ഷിക്കും. എന്നിട്ട് അടുത്ത കാര്യം ഇവിടെ പറയുക, ദൈവമോ അനീതിയുള്ള ന്യായാധിപൻ പറഞ്ഞത് നിങ്ങൾ മേളിൽ കേട്ടില്ലേ? എന്നിട്ട് താഴെ പറയുക, ദൈവമോ തന്നോട് നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ കരുണയുള്ളവനല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കരുണയുള്ളവനല്ലേ? കരുണയുള്ളവനാ? ഒന്നുകൂടെ വായിച്ചോ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും. ഈ നിലവിളിയുടെ കാര്യത്തിൽ ഇത് കേട്ട് 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 ദീർഘക്ഷമയുള്ളവനാണെങ്കിലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ഇത്രയും പറഞ്ഞ് ഇത് അവസാനിക്കുമായിരുന്നെങ്കിൽ ഇതിനപ്പുറത്തൊരു ആശയം എടുക്കേണ്ടിയില്ലായിരുന്നു. പക്ഷെ അടുത്ത പദം ഈ കന്യകയെ മുഴുവൻ തിരിച്ചുവിടുന്ന ഒരു പദമാണ്. മനുഷ്യപുത്രം വരുമ്പോ ഭൂമി വിശ്വാസം കണ്ടെത്തുമോ എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അവിടെയാണ് ഇതിനെ മുഴുവൻ വ്യാഖ്യാനിക്കേണ്ട ആശയത്തിന്റെ താക്കോല് കിടക്കുന്നത്. ആ പദം ഒന്ന് ചേർന്ന് പറഞ്ഞു. മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഒറ്റ വാക്കിൽ എന്നോട് ചേർന്ന് പറ. വിശ്വാസം എന്ന് പറഞ്ഞ എന്നാ? അറിയാവുന്നവർ പറ. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവും. ഒന്ന് പറഞ്ഞേ. ആശിക്കുന്ന കാര്യത്തിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. നിർത്തി പറ. ആശിക്കുന്ന കാര്യത്തിന്റെ ഉറപ്പ്. അതിനെ ഒന്ന് തിരിച്ചേ. ആശിക്കുന്ന കാര്യം എനിക്ക് വേണ്ടി ഞാൻ വിളിക്കുന്ന ദൈവം ചെയ്തു കഴിഞ്ഞു എന്ന ഉറപ്പാണ് വിശ്വാസം. ആമേൻ. ഇല്ല തെളിഞ്ഞില്ല. മോൾക്ക് തെളിഞ്ഞു. അവള് കരമടിക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് തുറക്കാം. ഞാൻ ആശിക്കുന്ന കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തരും ചെയ്തു തന്നിരിക്കുന്നു. സുവിശേഷത്തിൽ വരുമ്പോൾ ചെയ്തു തരുമെന്നും ലേഖനത്തിൽ വരുമ്പോൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന എൻ്റെ ഉറപ്പാണ് വിശ്വാസം. ആമേൻ. ഒന്ന് മിണ്ടിക്കുക. ഹല്ലേലൂയ. ഇനി വിധവയുടെ അടുക്കലേക്ക് വാ. വിധവയെ വിട്ടോ. വിധവയുടെ അടുക്കലേക്ക് വാ. വിധവേ, ഭൂമിയിൽ മനുഷ്യപുത്രം വരുമ്പോ വിശ്വാസം കണ്ടെത്തുമോ? ഇപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് തെളിയും. എന്നാ പറ. പറഞ്ഞാല് മിടുകയാന്ന് പറയാം.
വിധവ ആശിച്ച കാര്യങ്ങള് അത് ഭൂമിയിൽ കണ്ടെത്തണം. അപ്പൊ അത് നടന്നു എന്ന് വിധവ ആശിക്കുമ്പോൾ ആ നടന്നതിന്റെ ഉറപ്പ് അവൾ ലഭിക്കുവാണെങ്കിൽ ആ മനുഷ്യൻ പോകത്തില്ല. കരമടിച്ചു വന്ന കർത്താവിനെ സ്തോത്രം ചെയ്ത്. വിധവ ആശിക്കുന്ന കാര്യം വിധവയ്ക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്നും ചെയ്തു കഴിഞ്ഞുവെന്നും വിധവയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അവള് ന്യായാധിപനെ ശല്യപ്പെടുത്താൻ പോകത്തില്ല. ഹല്ലേലൂയ. Father, in the name of Jesus. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കണ്ടോണം. ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ആ ഇസ്നോഫീലിയുടെ ആത്മാവ് ഇപ്പോൾ വീണഴിഞ്ഞു പോകുന്നു. In the name of Jesus. Get out. ഇവളെ യേശുവിൻ്റെ മകളാണ്. ഇവളെ കർത്താവിൻ്റെ പ്രിയ മകളാണ്. ഇവളെ ബന്ധിക്കാൻ ഇനി മേലാൽ നിനക്ക് അധികാരമില്ല. ഇറങ്ങിക്കോ ഈ ശരീരത്തിൽ നിന്ന്. ഇതാ പോണു, ഇതാ അത് വിട്ടു പോകുന്നു. Get out, get out, get out, get out, get out, get out. ആ കുഞ്ഞിൻ്റെ തലയിൽ നിന്ന് അതഴിയുന്നു, അതഴിയുന്നു, അതിളകി മാറുന്നു, ആ കെട്ടുകൾ പൊട്ടുന്നു. എത്ര വർഷമായി ഇങ്ങനെ തളർന്നു പോയിട്ട്? 7 വർഷമായി. കിടപ്പ. എൻ്റെ യേശുവേ, ഇനി ഈ അമ്മയെ യേശു എഴുന്നേൽപ്പിക്കും. കാരണം 2013 വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്മയ്ക്ക് വേണ്ടി യേശു മരിച്ചതാ. ദച്ചാന ആരാ? ഇതാ സിസ്റ്ററുടെ അമ്മയാ. ഹസ്ബൻഡിന്റെ അമ്മയാ. ഹസ്ബൻഡിന്റെ അമ്മ അമ്മ തന്നെയാ. ആ ജീസസ്. മരവിച്ചിരിക്കുന്ന കൈകാലുകളിലേക്ക് ജീവൻ കയറട്ടെ. എൻ്റെ യേശുവേ, എൻ്റെ ശക്തി കയറട്ടെ കർത്താവേ. ഐസ് പോലിരിക്കുക ഈ കാലുകൾ, പക്ഷെ ഇതിനകത്തേക്ക് ശക്തി വരും. ഇന്ന് ഈ അമ്മ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കും. കർത്താവിന്റെ ഗ്ലോറി അതിനുവേണ്ടി അമ്മയുടെ മേലെ അടിക്കുന്നുണ്ട്. പൂർണ്ണ ജീവൻ കയറട്ടെ. ആരാ ഇതിനെ ചുമന്നുകൊണ്ട് വന്ന ഇങ്ങോട്ട്? വാ വാ, ചുമന്നുകൊണ്ട് വന്നവര് വാ. ബ്രദറാണോ ചുമന്നേ? വേറെ ബ്രദറും അജി ബ്രദറാണോ ചുമന്നേ? ചുമന്നത് നിങ്ങളാ? ശരി, നടത്തേണ്ടത് നിങ്ങളാ. നിങ്ങളല്ലേ ചുമന്നുകൊണ്ട് വന്നത്. ഉത്തരവാദിത്തം മുഴുവൻ നിങ്ങളുടേതാ. യേശുവിൻ്റെ ജീവൻ ഈ കൈകാലുകളിലേക്ക് അടിച്ചു കയറട്ടെ. കർത്താവിൻ്റെ മഹത്വം അടിച്ചു കയറട്ടെ. യേശു എന്നും ജീവിക്കുന്നു. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഈ കയ്യിലേക്ക് ജീവൻ അടിച്ചു കയറട്ടെ. 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 കാലിലേക്ക് ജീവൻ അടിച്ചു കയറട്ടെ. ഈ കാലുകളിലേക്ക് ജീവൻ അടിച്ചു കയറട്ടെ. കർത്താവിൻ്റെ ശക്തി അടിച്ചു കയറട്ടെ. കർത്താവിൻ്റെ ശക്തി അടിച്ചു കയറട്ടെ. ഈ കൈ ഒന്ന് ചലിപ്പിച്ചോ. യേശുവിൻ്റെ ജീവൻ അടിച്ചു കയറട്ടെ. യേശുവിൻ്റെ ജീവൻ അടിച്ചു കയറട്ടെ. യേശുവിൻ്റെ ജീവൻ അടിച്ചു കയറട്ടെ. സൗഖ്യം അടിച്ചു കയറട്ടെ. അമ്മയുടെ മേലെ കർത്താവിൻ്റെ ജീവൻ വന്നു. ബാ, ഇത് എഴുന്നേക്കും. എനിക്ക് ഉറപ്പാണ്, അതിന് സംശയമൊന്നുമില്ല. ഇങ്ങോട്ട് പോരെ. യേശുവാ വിളിക്കുന്നേ. ഞാനല്ല വിളിക്കുന്നേ. ഇങ്ങനെയാണോ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നേ? 7 കൊല്ലമായിട്ട് തളർന്ന് കിടക്കുന്നതായി എഴുന്നേറ്റ് നിൽക്കുന്നേ എൻ്റെ യേശുവിനെ ഒന്ന് മഹത്വപ്പെടുത്തുകേ. അമ്മ എന്നാ പറ്റിയതാ? പഴുപ്പ. എത്ര നാളായി വരാൻ തുടങ്ങിയിട്ട്? 1978 ഞാനില്ലെന്ന്. നമ്മൾ 83 പ്രൊഡക്റ്റാ.
കണ്ണന് 5 വയസ്സ്. നീ ഇല്ല, നീ മിണ്ടണ്ട, മിണ്ടിപ്പോരുത്. ഓക്കെ. 73 ഓപ്പറേഷൻ ചെയ്ത, 78 ഓപ്പറേഷൻ ചെയ്ത. അന്ന് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചു? ഈ 1 സൈഡ് പാരലൈസ്ഡ് ആയി പോയായിരുന്നു. ഓക്കെ, അത് റിക്കവറായി. കൈക്കൊന്നും കുഴപ്പമില്ല, കാലിനൊന്നും കുഴപ്പമില്ല, ചെവിക്കാ പ്രശ്നം. 36 ഇയേഴ്സ്, 36 വർഷമായിട്ട് ഇല്ലാത്തതിന് യേശു എന്ന് തിരിച്ചു കൊടുക്കുന്ന എത്ര പേര് വിശ്വസിക്കും? വിശ്വസിക്കുന്ന ഒരു കരം ഉയർത്തിക്കുക. അച്ഛൻ ഇങ്ങോട്ട് നോക്കൂ. Glory of Jesus. എല്ലാവരും കണ്ണു തുറന്ന് കണ്ടോണേ. ഈ മകന്റെ മേലേക്ക് ആ മഹത്വം അടിക്കുന്നു. Touch of Jesus. Touch of Jesus. ഇയർ ഹോളുകൾ ഫില്ലാകുന്നു. പഴുപ്പ് വരുന്ന ഉറവിടങ്ങൾ സ്റ്റോപ്പാകുന്നു. നഷ്ടപ്പെട്ട കേൾവി 36 വർഷമായിട്ടില്ലാത്തത് യേശു ഇപ്പോൾ റെസ്റ്റോർ ചെയ്യുന്നു. ഈ മകന്റെ മേൽ ദൈവശക്തി അടിക്കുന്നു. ടച്ച് ഓഫ് ജീസസ്. ടച്ച് ഓഫ് ജീസസ്. പിടിച്ചോ. ടച്ച് ഓഫ് ജീസസ്. ടച്ച് ഓഫ് ജീസസ്. ടച്ച് ഓഫ് ജീസസ്. പുതിയ ചെവിയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് കരമടിച്ച യേശു വരുന്നത്. ഈ കേൾക്കാവുന്ന ചെവി അടച്ചേ. അങ്ങനെ ഒന്നും അടച്ചാൽ പോരാ, വിരൽ കയറ്റി അടയ്ക്കണം. ശരിക്കടച്ചോ? ശരിക്കടച്ചോ? ശരിക്കടച്ചില്ല. ശരിക്കടച്ചോ? അടച്ചോ? ഓക്കെ. പേരെന്താണ് പറഞ്ഞത്? ബേബി. വീടെവിടെയാണോ പറഞ്ഞത്? ആനിക്കാട്. രാവിലെ എന്നാ കഴിച്ചേ? രാവിലെ ഇഡ്ഡലി. ഉച്ചയ്ക്ക് എന്നാ കഴിച്ചേ? ചോറുണ്ട്. വൈകിട്ട് എന്നാ കഴിക്കുന്നത്? വൈകിട്ട് ചോറുണ്ണും. വീട്ടിലാരൊക്കെ ഉണ്ട്? ഭാര്യ, കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ട്. പിള്ളേരുടെ പേരെന്നാ? ഹെൻറി ആൻഡ് ഹാരിസ്. ഭാര്യ വന്നിട്ടുണ്ടോ ഇവിടെ? ഉണ്ട്. എന്നാ ഭാര്യയുടെ പേര്? മോളമ്മ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. മോളമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇതാന്നോ മോളമ്മ? മോളമ്മോ, ഈ അച്ഛൻ പറയുന്നത് ശരിയാണോ? ശരിയാണ്. 78 മുതൽ ഈ സംഭവം ഉണ്ടോ? ഞാൻ വന്നേ അന്നോട്ട് ഇത് കേട്ടു. ഞാൻ വന്നേ. ഞാനെന്നാ വന്നേ? 88. 10 കൊല്ലം കഴിഞ്ഞിട്ടാ ഞാൻ വന്നേ. ഞാൻ വന്നപ്പോ മോരിത് പറയുന്ന. ഇപ്പൊ ഇത് സൗഖ്യമായല്ലോ എന്ന് മോളമ്മ ഒന്ന് നോക്കിക്കേ. നാണിച്ചു നിൽക്കുന്നു മോളമ്മയാകെ. ജീസസ്. അച്ഛാ ഇപ്പൊ ക്ലിയർ ആച്ചാ? ക്ലിയറായി. താങ്ക് യു ജീസസ്. 36 years. ഓക്കെ. അന്ന് മാത്തുക്കുട്ടിച്ചാൻ്റെ വീട്ടിൽ നടന്ന പ്രാർത്ഥനയിൽ കഴുത്തിന് വിടുതൽ കിട്ടിയ ആളായിരുന്നു അല്ലേ? ഉള്ളതെല്ലാം കൂടെ നിങ്ങളും കൊണ്ടാകാതെ ബാക്കിയുള്ളവർക്കും കൂടെ കൊടുക്കപ്പോ. എന്തോ ഇത് ആണോ? വിളിച്ചോണ്ട് വന്നിട്ടുണ്ടോ കൊടുക്കാനുള്ള സെറ്റപ്പില്? ശരി. യേശുദാസ, സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. എത്ര പേരോട് ഇത് പറയും? 36 ഇയേഴ്സിന് ശേഷം എനിക്ക് തിരിച്ചു വന്നു. എത്ര പേരോട് പറയും? അറിയപ്പെടുന്ന എല്ലാ ആൾക്കാരോടും പറയും. നോട്ടീസ് അടിക്കുമോ? അതെ, ഞാൻ പറയും. നമുക്ക് നോട്ടീസും കൂടെ അടിച്ചാലോ? അടിക്കാം. എന്നാ ആരാധന സ്തുതി